തലയിൽ വീണൊരു ആപ്പിളാണ് ഐസക് ന്യൂട്ടൻ്റെ തലവര മാറ്റിയതെങ്കിൽ ശൂന്യതയിൽ നിന്നും ആപ്പിൾ സൃഷ്ടിച്ചാണ് സ്റ്റീവ് ജോബ്സ് ഇലക്ട്രോണിക്സ് ലോകത്തിന് പുതിയൊരു തലവര സമ്മാനിച്ചത്. വ്യത്യസ്തമായി ചിന്തിക്കുവാൻ ധൈര്യം കാണിച്ച അപൂർവ പ്രതിഭ. ലോകത്തെ മാറ്റിമറിക്കുവാൻ തനിക്ക് കഴിയുമോയെന്ന് വിശ്വസിക്കുകയും അത് തെളിയിക്കുകയും ചെയ്ത അപൂർവ വ്യക്തിത്വം. അതായിരുന്നു സ്റ്റീവ് പോൾ ജോബ്സ്. സാധാരണക്കാരുടെ കഥ അവരുടെ ജനനം തൊട്ടേ ആരംഭിക്കുമ്പോൾ ഇതിഹാസങ്ങളുടെ കഥ അവരുടെ ജനനത്തിന് മുമ്പേ ആരംഭിക്കുന്നു എന്നാണ് പറയുക. 1955 ഫെബ്രുവരി 24 കാലിഫോർണിയയിലായിരുന്നു സ്റ്റീവ് ജോബ്സിൻ്റെ ജനനം. അവിവാഹിതരായ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളായ സിറിയൻ സ്വദേശി അബ്ദുൾ ഫത്താഹ് ജണ്ടേലിയും ജോവൻ ശീതളുമായിരുന്നു മാതാപിതാക്കൾ. സ്റ്റീവിൻ്റെ ജനനത്തിന് മുമ്പേ ഗർഭചിത്രം നടത്തി ഈ പ്രശ്നം ഒഴിവാക്കാൻ ബയോളജിക്കൽ ഫാദർ തീരുമാനിക്കുകയും എന്നാൽ സ്റ്റീവിൻ്റെ അമ്മ അതിന് സമ്മതിക്കാതിരിക്കുകയും പ്രസവത്തിന് ശേഷം കുഞ്ഞ് സ്റ്റീവിന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുമെന്ന ഉറപ്പിൽ പോൾ ജോബ്സ് ദമ്പതികൾക്ക് ദത്ത് നൽകുകയുമായിരുന്നു. പിന്നീട് വളർത്തച്ഛൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ സ്റ്റീവ് കോളേജ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് വീഡിയോ ഗെയിം നിർമ്മാതാക്കളായ അട്ടാരിയിൽ ജോയിൻ ചെയ്തു. ഇന്ത്യ സന്ദർശിക്കുവാനുള്ള പണം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. ഇതിനിടയിൽ കൊക്കക്കോളയുടെ കാലി ബോട്ടിലുകൾ പെറുക്കി വിൽക്കുന്ന ജോലിയും അദ്ദേഹം ചെയ്തിരുന്നു. തൻ്റെ പഠനകാലത്ത് വിശപ്പകറ്റിയിരുന്നത് ഹരേകൃഷ്ണ ടെമ്പിളിലെ സൗജന്യ ഭക്ഷണമായിരുന്നു. 7 കിലോമീറ്റർ നടന്നായിരുന്നു ഹരേകൃഷ്ണ അമ്പലത്തിൽ അദ്ദേഹം പതിവായി എത്തിയിരുന്നത്. അവിടെ നിന്നും ഇന്ത്യൻ ആത്മീയത തലയ്ക്ക് പിടിച്ച അദ്ദേഹം 20-ാം വയസ്സിൽ തൻ്റെ സ്വപ്ന രാജ്യമായ ഇന്ത്യയിലെത്തി. മുടി നീട്ടി വളർത്തി കാഷായ വസ്ത്രവും രുദ്രാക്ഷവും ധരിച്ച് നഗ്നപാതനായി ഹിമാലയത്തിലും ഇന്ത്യയിലെ പല ആശ്രമങ്ങളിലും സന്ദർശിച്ചു. പിന്നീട് ബുദ്ധമതത്തിൽ അദ്ദേഹം കൂടുതൽ ആകർഷണമാവുകയും 7 മാസങ്ങളോളം ഇന്ത്യയിൽ തുടരുകയും ചെയ്തു. ജീവിതകാലം മുഴുവൻ അദ്ദേഹം ബുദ്ധമത വിശ്വാസിയായിരുന്നു. പിന്നീട് വിവാഹിതനായതും ബുദ്ധമത ആചാരപ്രകാരമായിരുന്നു. ഇന്ത്യൻ പര്യടനമാണ് തൻ്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും കിട്ടിയ തിരിച്ചറിവുകളുമായി തിരിച്ചെത്തിയ അദ്ദേഹം അത്താരിയിൽ തുടർന്നു. ഒപ്പം പഴയ സുഹൃത്ത് വോസ്നിയാക്കിൻ്റെ കമ്പ്യൂട്ടർ ക്ലബ്ബിലും അംഗമായി. വോസ്നിയാക്കിൻ്റെ 50 കമ്പ്യൂട്ടറുകൾ സെയിൽ ചെയ്ത് കിട്ടിയ തുകയുമായി ആദ്യത്തെ ആപ്പിൾ കമ്പ്യൂട്ടർ നിർമ്മിക്കുവാനുള്ള സാമഗ്രികൾ അദ്ദേഹം നേടി. 1976 ഏപ്രിൽ 1 വിട്ടുദിനത്തിൽ വീട്ടിലെ കാർ ഷെഡിൽ ആപ്പിൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആപ്പിൾ 1ൻ്റെ തുടക്കം അതായിരുന്നു. തൻ്റെ പട്ടിണി മാറ്റാൻ ഏറെ സഹായിച്ചിരുന്ന ഫലവർഗമായ ആപ്പിളിൻ്റെ പേര് തന്നെയായിരുന്നു അതിന് തിരഞ്ഞെടുത്തത്. അധികം താമസിയാതെ ആപ്പിൾ 2ഉം പുറത്തിറക്കി. പിന്നീട് മൈക്ക് മാർക്യൂൾ എന്ന നിക്ഷേപകൻ്റെ $2.5 ലക്ഷം പിൻബലത്തിൽ കമ്പനി വിപുലീകരിച്ചു. അതോടെ കമ്പ്യൂട്ടർ ലോകം സ്റ്റീവിൻ്റെ കാൽക്കീഴിലായി. 1983 പെപ്സിയുടെ CEO ആയിരുന്ന ജോൺ സ്കെല്ലിനെ ആപ്പിൾ കമ്പനി നയിക്കുവാനായി അദ്ദേഹം കൂടെ കൂട്ടി. ഇതിനിടയിൽ ചില മോഡലുകളുടെ പരാജയവും സ്റ്റീവിൻ്റെ ഏകാധിപത്യ പ്രവണതയോടുള്ള എതിർപ്പ് മൂലം മറ്റ് ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിനെ കൂട്ടുപിടിച്ച് ജോൺ സ്കെൽ സ്റ്റീവിനെ ആപ്പിളിൽ നിന്നും പുറത്താക്കി. സ്വന്തം സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്റ്റീവ് പക്ഷേ തളർന്നില്ല. തൊട്ടടുത്ത വർഷം തന്നെ നെക്സ്റ്റ് കമ്പ്യൂട്ടേഴ്സ് എന്ന സ്ഥാപനം തുടങ്ങി. ഒരു വർഷത്തിന് ശേഷം 1986 പിക്സർ എന്ന ഗ്രാഫിക്സ് കമ്പനിയും വിലയ്ക്ക് വാങ്ങി. അതോടെ കമ്പ്യൂട്ടർ നിർമ്മാണം ഉപേക്ഷിച്ച് ആനിമേഷനിലേക്ക് തിരിഞ്ഞു. 1995 ഇറങ്ങിയ ടോയ് സ്റ്റോറി എന്ന ആനിമേഷൻ ചിത്രം 350 മില്യനാണ് കൊയ്തെടുത്തത്. എന്നാൽ ആപ്പിൾ പിന്നീട് സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും നിലനിൽപ്പിന് വേണ്ടി സ്റ്റീവിനെ സമീപിക്കുകയും ചെയ്തു. അങ്ങനെ 1997 സ്റ്റീവ് ആപ്പിളിൽ തിരികെ എത്തി. സ്വന്തം സ്ഥാപനത്തിൽ നിന്നുള്ള പുറത്താകലിനെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യമായാണ് സ്റ്റീവ് പറയുന്നത്. ഒരു വിജയിയുടെ അഹങ്കാരത്തിൻ്റെ സ്ഥാനത്തു നിന്നും ഒരു തുടക്കക്കാരൻ്റെ വിനയം കൊണ്ടുവരാൻ ഇത് കാരണമായി. നെക്സ്റ്റിൽ വികസിപ്പിച്ച സാങ്കേതിക മികവാണ് ആപ്പിളിൻ്റെ ഇന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായത്. 98 ഐമാക് പുറത്തിറക്കി. 2001 ഐപോഡും. സംഗീതാസ്വാദകരുടെ സാക്ഷാത്കാരമായിരുന്നു ഐപോഡ്. ഇക്കുറി ഞെട്ടിയത് വാക്മാൻ്റെ കുലപതികളായിരുന്ന സോണി കോർപ്പറേഷനായിരുന്നു. പിന്നീട് സംഗീതപ്രേമികളുടെ സ്വന്തം ഐട്യൂണും പുറത്തിറങ്ങി. തൻ്റെ കമ്പനികളുടെ പ്രോഡക്റ്റുകളെല്ലാം സുന്ദരവും ലളിതവുമായിരിക്കണമെന്ന് സ്റ്റീവിന് നിർബന്ധമുണ്ടായിരുന്നു. ദുരന്തത്തിൻ്റെ കരിനിഴൽ വീഴ്ത്തി പാൻക്രിയാസിൽ ക്യാൻസർ ബാധ കണ്ടെത്തിയത് 2003 2005 വാൾട്ട് ഡിസ്നി പിക്സറിനെ വിലയ്ക്ക് വാങ്ങി. അതോടെ സ്റ്റീവ് വാൾട്ട് ഡിസ്നി കമ്പനിയിലെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡറായി. 2007 അന്നുവരെ ഉണ്ടായിരുന്ന ഫോൺ സങ്കല്പങ്ങളെയെല്ലാം തിരുത്തി എഴുതിയ ഐഫോണിൻ്റെ വരവ്. These are not 3 separate devices. This is one device. iPhone. Today, Apple is going to reinvent the phone. And here it is. 2010 പേഴ്സണൽ കമ്പ്യൂട്ടറുകൾക്ക് പുതിയ നിർവചനം കൊടുത്ത ഐപാഡ് പുറത്തിറക്കി. ലോകമെമ്പാടുമുള്ള ആർക്കിടെക്റ്റുകൾക്കും ആർക്കിടെക്റ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരു അനുഭവമാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ആപ്പിളിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് രൂപകൽപ്പന കൊടുത്തത്. ആപ്പിളിൻ്റെ പ്രോഡക്റ്റുകളുടെ ഭംഗി തൻ്റെ ഓഫീസിനുമുണ്ടാവണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു.
എന്നാൽ തൻ്റെ സ്വപ്ന പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാകും മുമ്പ് 2011 ഒക്ടോബർ 5-ന് മരണം ക്യാൻസറിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തെ തേടിയെത്തി. ഡിജിറ്റൽ യുഗത്തിന് അതിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു എന്നാണ് സോണി കോർപ്പറേഷൻ പ്രസിഡന്റ് സ്റ്റീവിൻ്റെ വിടവാങ്ങലിനെക്കുറിച്ച് പറഞ്ഞത്. സ്റ്റീവ് ജോബ്സിന് ഏറെ ഇഷ്ടപ്പെട്ട ഇൻസൈൻലി ഗ്രേറ്റ് എന്ന പദം കടമെടുത്താണ് മൈക്രോസോഫ്റ്റ് തലവൻ ബിൽ ഗേറ്റ്സ് സ്റ്റീവിനോടൊപ്പം പ്രവർത്തിക്കാനായ ആ ഭാഗ്യത്തെ വിശേഷിപ്പിച്ചത്. ഇന്ന് ആപ്പിളിൻ്റെ മൂല്യം $1300 ബില്യൺ ആണ്. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള മൂന്നാമത്തെ കമ്പനിയാണ് ആപ്പിൾ. അളവറ്റ സ്വത്തുണ്ടായിട്ടും ബുദ്ധമത വിശ്വാസിയായിരുന്നിട്ടും സമ്പത്ത് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ ബിൽ ഗേറ്റ്സിനെ പോലെ സ്റ്റീവ് തയ്യാറായിരുന്നില്ല എന്നതും വ്യക്തിജീവിതത്തിലെ ഒരു വൈരുദ്ധ്യമായിരുന്നു. തൻ്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന ഒരു ഒറ്റയാൾ പട്ടാളമായിരുന്നു സ്റ്റീവ്. ആപ്പിൾ എന്നാൽ ഐസക് ന്യൂട്ടൺ എന്ന തലമുറയിൽ നിന്നും ആപ്പിൾ എന്നാൽ ഐഫോൺ എന്ന സ്റ്റീവ് മാറ്റി നിർവചിച്ചു. പരാജയത്തിൽ നിന്നും വിജയം വരിച്ച് ചരിത്രം രചിച്ചവരെയാണ് ഇതിഹാസങ്ങളെന്ന് നമ്മൾ വിളിക്കുന്നത്. ജീവിതത്തെക്കുറിച്ച് സ്റ്റീവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, സംടൈംസ് ലൈഫ് ഈസ് ഗോയിങ് ടു ഹിറ്റ് യു ഇൻ ദ ഹെഡ് വിത്ത് എ ബ്രിക്ക്, ഡോണ്ട് ലൂസ് ഫെയ്ത്ത്. അതെ, ജീവിതത്തിലേൽക്കുന്ന തലക്കടികളെ അവസരങ്ങളാക്കി മാറ്റുക. Thank you and please subscribe my channel. Bye. Sometimes life's going to hit you in the head with a brick. Don't lose faith. I'm convinced that the only thing that kept me going was that I loved what I did. You've got to find what you love, and that is as true for work as it is for your lovers. Your work is going to fill a large part of your life, and the only way to be truly satisfied is to do what you believe is great work. And the only way to do great work is to love what you do. If you haven't found it yet, keep looking and don't settle. So keep looking, don't settle.